എല്ലാവർക്കും നമസ്കാരം. റീസ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി പരീക്ഷയുടെ പഴയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് GK ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീണ്ടും കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നമുക്കത് പഠിയും. ഇപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അതിനു മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യമായിട്ടാണ് നിങ്ങൾ PSC ക്ലാസ്സുകൾ കേൾക്കണമെന്ന് വെച്ചാൽ പഴയ ഈ ചോദ്യ പേപ്പറുകളെല്ലാതും എങ്ങനെയൊക്കെയാണ് ചോദ്യം വന്നിട്ടുള്ളത്, ഏതെല്ലാം ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു വയ്ക്കുക. അല്ല PSC പരീക്ഷ കുറച്ചായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ഇതേപോലത്തെ വീണ്ടും കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ആ ചോദ്യം തറപ്പിച്ച് ഓർമ്മ നിൽക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര അത് ആരവല്ലിയാണ്. ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ആരവല്ലി. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് പർവ്വതമണ്ണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് പർവ്വതമണ്ണ്. മുംബൈയെയും പൂനെയെയും ബന്ധിപ്പിക്കുന്ന ചുരം ബോർഗട്ട് ചുരം. മുംബൈയെയും പൂനെയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോർഗട്ട് ചുരം. ഏതു വർഷം മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? 1967. 1967 മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ്. നാവിക കലാപം നടന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയ്. നാവിക കലാപം നടന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയ് വേവൽ പ്രഭുവാണ്. വേവൽ പ്രഭുവാണ് നാവിക കലാപം നടന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയ്. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് KM മുൻഷി. KM മുൻഷിയാണ് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല എറണാകുളം. എറണാകുളമാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികൾ. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യയാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത്. സുമിത് ബോസ് പാനൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? സുമിത് ബോസ് പാനൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? സാമൂഹിക സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ടതാണ് കൃതികളുടെ ബോസ് പാനൽ. മോക്ഷപ്രദീപം, ആനന്ദസൂത്രം എന്നീ കൃതികളുടെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂർ. SNDP രൂപീകൃതമായ വർഷം 1903. SNDP SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകൃതമായത് 1903. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം നവംബർ 6. നവംബർ 6 അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം. ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വിമാനം പറത്തിയ കമ്പനി സ്പൈസ് ജെറ്റാണ്. ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വിമാനം പറത്തിയ കമ്പനി. അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്ത നയാ റായ്പൂർ ഏതു സംസ്ഥാനത്താണ്? അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്ത സ്ഥലമാണ് നയാ റായ്പൂർ. അത് ഛത്തീസ്ഗഡിലാണ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 മത്സരങ്ങൾ തികയ്ക്കുന്ന ആദ്യ ടീം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 1000 മത്സരങ്ങൾ തികയ്ക്കുന്ന ആദ്യ ടീം ഇന്ത്യ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 1000 മത്സരങ്ങൾ തികയ്ക്കുന്ന ആദ്യ ടീമാണ് ഇന്ത്യ. കൊളംബിയയുടെ പുതിയ പ്രസിഡന്റ്, ഇത് ആ ടൈമിലെ കറണ്ട് അഫെയർ ആണ്, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട. ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയലയാണ്. അയല. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. അത് രണ്ടും ഒന്ന് ആലോചിച്ച് വയ്ക്കാം.
ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കണ്ടുവരുന്നത് ഇന്ത്യയുടെ ഏത് തീരമേഖലയിലാണ്? തെക്ക് പടിഞ്ഞാറ് മേഖലയിലാണ് ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കണ്ടുവരുന്നത്. ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കണ്ടുവരുന്നത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരമേഖലയിലാണ്. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം, കേരള കടൽ തീരത്തിൻ്റെ നീളം 590 കിലോമീറ്ററാണ്. 590 കിലോമീറ്ററാണ് കേരള കടൽ തീരത്തിൻ്റെ നീളം. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം 1988. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം 1988. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ചുവടെ നൽകിയിട്ടുള്ളതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി? മഹാനദി, കാവേരി, കൃഷ്ണ, താപ്തി. 4 നദികളാണ് തന്നിട്ടുള്ളത്. അതിൽ താപ്തിയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നർമ്മദയാണ്. ദെൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിക്കും. ഗോദാവരിയാണ് ഏറ്റവും വലിയ നദി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നദി. ഇന്ത്യയുടെ വടക്കു തെക്ക് നീളം എത്രയാണ്? ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം 3214 കിലോമീറ്ററാണ്. 3214 കിലോമീറ്ററാണ് ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം. അടുത്ത ചോദ്യം, 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം. 1ാമത് കേരളമാണ്, 2ാമത് മിസോറാം. ചുവടെ നൽകിയിട്ടുള്ളതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതി ഏത്? വിനോദ നികുതിയാണ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതി വിനോദ നികുതി. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു? കാവാലം മാധവ് പണിക്കരാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം. കാവാലം മാധവ് പണിക്കർ. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നവംബർ 11. വിദ്യാഭ്യാസ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭുവായിരുന്നു. മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വൈസ്രോയി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. ഏതു നദീക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്? നെയ്യാറിൻ്റെ തീരത്താണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. അരൂപ്പുറം ശിവപ്രതിഷ്ഠ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ആര്? ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ആര്? ടി കെ മാധവൻ. തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്ന വർഷം 1948. തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്ന വർഷം 1948. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ഉള്ളൂർ എസ് പരമേശ്വരനാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. പുത്തൻ പാന എന്ന കൃതി രചിച്ചത് അർണോസ് പാതിരി. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറൻസ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. GST ബിൽ പാസാക്കിയ ആദ്യ നിയമസഭ ആസാമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ ഉയരം എത്രയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമ എവിടെയാണ്? നർമ്മദയുടെ തീരത്താണ്. 182 മീറ്റർ ആണ് ഉയരം. 182 മീറ്റർ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ്. മികച്ച നയങ്ങൾക്കുള്ള ഓസ്കാർ എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ പോളിസി പുരസ്കാരം 2018 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ലഭിച്ച സംസ്ഥാനം സിക്കിം.
മികച്ച നയങ്ങൾക്കുള്ള ഓസ്കാർ എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ പോളിസി പുരസ്കാരം 2018 ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ലഭിച്ച സംസ്ഥാനം സിക്കിം. ഇപ്പോഴത്തെ ഇന്ത്യയുടെ സോളിസിറ്ററി ജനറൽ ആയ വ്യക്തി തുഷാർ മേത്തയാണ്. തുഷാർ മേത്തയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. എല്ലാവരും കേട്ട് പഠിക്കുക. വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രത്യേകം പറയുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.